اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഹിക്കമിൻ്റെ 23ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ലാ തതറഖബ് ഫുറൂഗൽ അഗ്യാരി ഫഇന്ന ദാലിക യഖ്തഉക അൻ വുജൂദിൽ മുറാഖബതി ലഹു ഫീമാ ഹുവ മുഖീമുക ഫീഹി. ലാ തതറഖബ്, നീ പ്രതീക്ഷിക്കരുത്, ഫുറൂഗൽ അഗ്യാരി, അന്യചിന്തകൾക്ക് വിരാമം കിട്ടിയിട്ട് എനിക്കിഞ്ഞ് ബാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷ നിനക്ക് പാടില്ല. മനുഷ്യനാകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഖൈറായ ചിന്തകളും വരും, ഷർറായ ചിന്തകളൊക്കെ വരും. എൻ്റെ എല്ലാ ഷർറായ ചിന്തകളും നീങ്ങിയിട്ട് ഇനി എനിക്ക് ഇബാദത്ത് ചെയ്താൽ മതി എന്ന് ഒരാളും എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കാൻ പാടില്ല. ലാ തതറഖബ്, നീ പ്രതീക്ഷിക്കരുത്, ഫുറൂഗൽ അഗ്യാരി, അന്യചിന്തകളുടെ വിരാമത്തിന് നീ എന്ത് ചെയ്യാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ മനസ്സിൽ ഒരുപാട് അന്യചിന്തകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ അഗ്യാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അല്ലാത്ത ചിന്തകൾക്കൊക്കെ എന്ത് പറയും, അന്യചിന്തകൾ എന്ന് പറയും. അപ്പൊ എൻ്റെ ഈ അന്യചിന്തകളൊക്കെ നീങ്ങിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു 4-5 കുട്ടികളുണ്ട്, ഓലക്കണ് കെട്ടിച്ചിട്ട് അതുവരെ എൻ്റെ മനസ്സിന് ഒരുപാട് ചിന്തകളാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പള്ളിയുമായിട്ട് എന്ത് ചെയ്യാ, എനിക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് മോശമായ ചിന്തകളുള്ളൊരു പ്രായമാണിത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാ. നമ്മളാ നാടുകളിൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ 10-30 വയസ്സുള്ള ആൾക്കാർ എന്തൊക്കെയൊക്കെ വഴന്ന് കേട്ടിട്ടോ പ്രസംഗമൊക്കെ കേട്ടിട്ടൊക്കെ പിന്നെ നിസ്കാരമോ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചങ്ങായി അതിനൊക്കെ ഇനി എത്ര കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അതിന് പിന്തിരിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ ഓലപ്പേടിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അവര് പള്ളിയുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്വലാത്ത് മജ്ലിസുന്നൂറിനൊക്കെ വരുമ്പോ അതിനൊക്കെ ഇനി ഒരുപാട് സമയങ്ങളിൽ അങ്ങോട്ടൊക്കെ തിരിയാനൊക്കെ ഇനി ഇപ്പൊ എല്ലാവരുടെ വിചാരം എന്താണ്, താടിമുടിയൊക്കെ നിരച്ച് ആ മരിക്കാനാകുന്ന സമയമുണ്ടല്ലോ, അപ്പണ് നന്നാകാന്നാണ് മനുഷ്യന്മാർ വിചാരിക്കൽ. ആ സമയത്തേക്ക് ഒരു മനുഷ്യനക്ക് അള്ളാഹു തആല ആയുസ് കൊടുക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ഇപ്പൊ ഇന്നലെ ഓണാഘോഷത്തിന്റെ ഒരു പരിപാടിയിൽ ഇപ്പൊ ഇന്ന് രാവിലെ ന്യൂസ് ഹണ്ട് നോക്കിയപ്പോ കാണും അല്ലെ, ഓണാഘോഷത്തിന് ജുനൈസ് എന്ന് പറയുന്ന ഒരു നമ്മളെ PV അൻവറിന്റെ ഒക്കെ PA ഒക്കെ ആയിരുന്ന ആളാണ്. ഓണാഘോഷത്തിന്റെ വേദിയിൽ കുഴഞ്ഞു വീട് മരിച്ചു. ഒരു യഥാർത്ഥ മുഹിബ് എന്ന് പറഞ്ഞാല് അവന്റെ സമയം, അവൻ ഏത് സമയത്താണോ നിൽക്കുന്നത് അതാണ് അവന്റെ സമയം. അതിന് മുമ്പും അല്ല പിമ്പും അല്ല. ആ സമയത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ അവനക്ക് പറ്റണം. അതിനെ കുറിച്ചാണ് പറയണത്. ലാ തതറഖബ്, നീ പ്രതീക്ഷിക്കരുത്, ഫുറൂഗൽ അഗ്യാരി, അന്യചിന്തകളുടെ വിരാമത്തിന് നീ എന്ത് ചെയ്യാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഫഇന്ന ദാലിക, നിശ്ചയമായിട്ടും ആ ചിന്ത, യഖ്തഉക, നിന്നെ വിച്ഛേദിച്ചു കളയും, അൻ വുജൂദിൽ മുറാഖബതി ലഹു, അള്ളാഹുമായുള്ള മുറാഖബുണ്ട്, ആ മുറാഖബ ചെയ്യലിനെ തൊട്ടത് നിന്നെന്ത് ചെയ്യും, വിച്ഛേദിച്ചു കളയും. മുറാഖബ എന്ന് പറഞ്ഞാല് അതിന്റെ മലയാളം നിരീക്ഷിക്കുക എന്നാണ്. കേട്ടിട്ടുണ്ടാവും മുറാഖബ എന്ന് പറഞ്ഞാല് ഒരു യഥാർത്ഥ അടിമ എന്ന് പറയുമ്പോൾ അവന്റെ എല്ലാ ചിന്തയിലും എപ്പോഴും അള്ളാഹുവുമായിട്ട് മാത്രമാണ് അവന്റെ കണക്ഷൻ ഉണ്ടാകുക. ആ ചിന്തയെ തൊട്ട് അവൻ അള്ളാഹു താല എന്ത് ചെയ്യും, മുറിച്ചു കളയും. എങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിയട്ടെ, ആ ചിന്ത നിനക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം ഫഇന്ന ദാലിക, നിശ്ചയമായിട്ടും ഈ ചിന്ത, യഖ്തഉക, നിന്നെ മുറിച്ചു കളയും, അൻ വുജൂദിൽ മുറാഖബതി ലഹു, അള്ളാഹു താലാക്ക് മുറാഖബ ചെയ്യലിനെ തൊട്ട് എന്ത് ചെയ്യും, നിന്നെ മുറിച്ചു കളയും. ഫീമ, ഒരു അവസ്ഥയിൽ, ഹുവ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഖീമുക ഫീഹി, അള്ളാഹുവാണ് നിന്നെ ആ അവസ്ഥയിൽ നിർത്തിയത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് എന്ത് ചെയ്യണം, നിനക്ക് വേണം. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയായിരുന്നു.
എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ട് ഇനി അള്ളാഹ്നെ ഓർക്കുക, അങ്ങനെയൊന്നുമില്ല. ഖൽവത്തിലാണെങ്കിലും ഓല അള്ളാഹ്നെ ഓർക്കും, ജനങ്ങളുടെ തിരക്കിന്റെ അടിയിലാണെങ്കിലും ഓല അള്ളാഹ്നെ ഓർക്കും. അതിന് ആദ്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സിന്ന് ഈ ദുന്യവിയായ ചിന്തകളും അന്യചിന്തകളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട മൻസൂർ ഹല്ലാജ് തങ്ങള് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മരണ്ട്, ആ മരത്തിനെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മരത്തിനോട് പറയാണ്, ഇന്ന വിടൂ എന്ന് പറഞ്ഞ ആരോട്? മരത്തിനോട്. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, നിങ്ങൾ മരത്തിനെ അങ്ങോട്ട് പോയി പിടിച്ചിട്ട് ഇന്ന വിടൂ പറഞ്ഞാൽ വിടുവോ? നിങ്ങൾ വിട്ടുപോകണ്ടേയാണ്. അപ്പൊ തന്നെ മൻസൂർ ഹല്ലാജ് തങ്ങൾ, ഇങ്ങനെ തന്നെയാണ് ദുന്യാവ്. ദുന്യാവ് ആരും നിങ്ങളെ ഇങ്ങോട്ട് വന്ന് പിടിക്കണമെന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചിട്ട് ഇന്ന വിടൂ പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. ആദ്യം ആ പിടുത്തണ് വിടണം. ദുന്യാവിന്റെ പിടുത്തണ്ടല്ലോ, അതാണ് വിടണം. എന്നാലേ നമ്മളെ മനസ്സിൽ നിന്ന് അന്യചിന്തകൾ എന്ത് ചെയ്യുള്ളൂ? മാറി നിൽക്കുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട്, അല്ലെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് പഠിക്കാം, അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് അമല് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അമല് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ കേരളത്തിലെ ഷാഫികളൊക്കെ അവലംബിക്കുന്ന ഒരു കിതാബുണ്ട്, തുഹ്ഫ എന്ന് പറയും. തുഹ്ഫ, ആ തുഹ്ഫന്റെ മുസന്നിഫിന്റെ പേര് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി എന്നാണ് മഹാന്റെ പേര്. അദ്ദേഹത്തിന്റെയും ഉസ്താദ് ഉണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. സക്കരിയ അൽ അൻസ്വാരി അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തിന്നാനും കുടിക്കാനില്ലായിട്ട് അദ്ദേഹം റോഡ് സൈഡിൽ കിടക്കുമായിരുന്നു. കാരണം എന്തെങ്കിലും തിന്നാനും കുടിച്ചാനും വേണ്ടേ. ഇപ്പോഴത്തെ തലമുറക്ക് ചിലപ്പോൾ അത് നമ്മളൊന്നും പറഞ്ഞാല്, വഴങ്ങിലൊന്നും പറഞ്ഞാൽ തസവുറാവൂല. എന്നാൽ പഴയ കാലത്തുള്ള ആളുകൾക്ക് തിന്നാനും കുടിച്ചാനുമില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന സമയത്ത് തിന്നാനും കുടിക്കാനും ഇല്ലായിട്ട് തളർന്നിട്ട് ഒരു സൈഡിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് ഒരാള് യാ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചു. ഇസ്ലാമിന്റെ ഷെയ്ഖെ എന്ന് വിളിച്ചു. ആരെ? സക്കരിയ അൻസാരി തങ്ങള്. അപ്പം ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങള് ആ ക്ഷീണിതനാണെങ്കിലും തന്നെ ആരാണ് ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത് നോക്കിയിട്ട് കണ്ണു തുറന്നു നോക്കി. എന്നിട്ട് ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അനൽ ഖളിർ, ഞാൻ ഖിളിർ നബി അലൈഹി സ്വലാമാണ്. അൻത ഷെയ്ഖുൽ ഇസ്ലാം, നിങ്ങളാണ് ഈ ലോകത്ത് ഇന്നത്തെ ഇസ്ലാമിന്റെ ഷെയ്ഖ്, നിങ്ങളാണ് എന്ന് സക്കരിയ അൻസാരി തങ്ങളോട് പറയുകയും, നിങ്ങളെ ഈ പഠിപ്പിന്റെ സമയത്തുള്ള പ്രയാസം അതൊരു പ്രയാസമായി നിങ്ങൾ കണക്കാക്കരുത് എന്ന് അദ്ദേഹത്തോട് പറയുകയും, അങ്ങനെ ആ ഒരു ഊർജത്തിലാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി എന്ത് ചെയ്ത് പഠിച്ചത്. അദ്ദേഹം ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ലോകത്തിന് വാർത്ത് നൽകിയ ആളാണ്. അപ്പൊ നമ്മള് എല്ലാ വിഷമം മാറിയിട്ട് പഠിക്കുക, എല്ലാ പ്രയാസങ്ങളും മാറിയിട്ട് പഠിക്കുക, എല്ലാ തിരക്കുകളും മാറിയിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഇനി പള്ളിയുമായി ബന്ധപ്പെടണം, എനിക്ക് ദിവസവും ഇൻഷാ അല്ലാഹ് ഒരു 10,000 ദിക്റൊക്കെ ചെല്ലണം, ഞാൻ എന്റെ ഈ പണിന് കഴിച്ചട്ടെ എന്ന് വിചാരിച്ച നടക്കില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അല്ലാഹു തആല നമ്മളെ തന്ന ഒരു ജോലി ഉണ്ടാവും, അതിൽ ചിലപ്പോൾ ഒരുപാട് വികാരങ്ങളൊക്കെ അവന്റെ മനസ്സിൽ വരും. എന്നാൽ തന്നെ അതിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് ശരിക്കും ഒരു യഥാർത്ഥ സാലിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശരിക്ക് ഈ മുറാഖബ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പള്ളിയിൽ നിൽക്കുന്ന ആളെന്നെ ഇക്കാരം ചിലപ്പോൾ എന്ത് അള്ളാഹിനെ കുറിച്ചുള്ള, പക്ഷെ പള്ളിയുടെ മെഹ്റാബിന്റെ താഴെ ഇരിക്കുന്ന ആളെ ചിന്ത ചിലപ്പോൾ അന്യചിന്തയിക്കാരം. അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് ചിന്ത അള്ളാഹുവിന്റെ ഹളറത്തിലേക്കാണ്. ഇത് മഹാന്മാർ ചില ഉദാഹരണങ്ങളിൽ പറയുന്നുണ്ട്. പള്ളിയുടെ ഇമാമിന്റെ തൊട്ട ബാക്കിൽ അല്ലെങ്കിൽ ഇമാമിന്റെ പിൻഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇമാമായി നിൽക്കുന്ന ആളുകളുടെ ചിന്ത ചിലപ്പോൾ എന്തേക്കാരം അന്യചിന്തകളേക്കാരം. ചിലപ്പോ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവൂലേ, ഓല ചിന്തയിക്കാരം ചിലപ്പോൾ എന്തുണ്ടാകുക. കാരണം സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്ത് കിടക്കുന്ന ആളാ. പക്ഷെ പാല് കറക്കുന്ന സന്ദർഭത്തിലും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങളും ജോലിക്കാരനാണ്, ഉസ്മാൻ തങ്ങളും ജോലിക്കാരനാണ്, അലിയാർ തങ്ങളും ജോലിക്കാരനാണ്. അവരൊക്കെ ഒരു പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ പള്ളിക്കത്തെ മുക്രിയോ അല്ലെങ്കിൽ ഒരു മുദരിസോ ഒന്നും ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരല്ല.
അവരൊക്കെ ഒഴിവുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ വന്ന് ക്ലാസ് കേട്ട് ആ ക്ലാസിന്റെ അടിയിലും ക്ലാസിന്റെ അടിയിലാണെങ്കിലും അലി റളിയല്ലാഹുവിന് പുല്ല് പറിക്കുന്ന സന്ദർഭമാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. കാരണം എന്താണ്? തൊട്ടപ്പുറത്തുള്ള സമയത്ത് പോലും ചിന്തിക്കൂല, കഴിഞ്ഞതിലേക്കും പോലും ചിന്തിക്കൂല. നമ്മളിപ്പോ ഏതൊരു നിലയിലാണോ നിൽക്കുന്നത് അതിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണം. മറ്റൊരു സമയം ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട വസുഇല ബഅദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങളാകുന്ന ചില പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു, മതാ യസ്തരിഹുൽ ഫഖീർ. ഫക്കീർ എന്ന് പറഞ്ഞാൽ മലയാളം നിസ്വൻ എന്നാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വടിയും കൊടക്കെടുത്ത് ഒന്നുമില്ലാതെ നടക്കുന്ന ആ ഫക്കീറല്ല. ഫക്കീർ എന്ന് പറഞ്ഞാല് അവനക്ക് സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വരലാണ്. ഒന്നും തന്റെ അല്ല കേട്ടോ, എല്ലാം അള്ളാഹു താലാന്റെ ആണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നും നിന്റെ അല്ല, ഒക്കെ അള്ളാഹുവിന്റെ ആണ് എന്ന് ഹൃദയത്തിന് തോന്നാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തഫ്സീറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഫക്കീറിനെ കുറിച്ചൊരു അധ്യായം തന്നെ പറയുന്നുണ്ട്. എല്ലാം അള്ളാഹുവിന്റെയാണ്, ഞാൻ പോലും അള്ളയുടെ എന്ന ഒരു ചിന്ത ഒരു മനസ്സിൽ വരുന്ന ആൾക്കാണ് ഫക്കീർ എന്ന് പറയാം. അപ്പൊ ഒരു ഫക്കീറിന് എപ്പോഴാണ് ആശ്വാസം കിട്ടുക, നിർവൃതി കിട്ടുക എന്ന് ചില ആരിഫീങ്ങളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇദാലം യറ വഖ്തൻ ഗൈറൽ വഖ്തി അല്ലദീ ഹുവ ഫീഹി. ഈ വഖ്തല്ലാത്ത മറ്റൊരു വഖ്തിനെ അവര് കാണൂല. ഈ സമയമില്ലാത്ത വേറൊരു സമയത്തിന് എന്ത് ചെയ്യൂല, റബ്ബേ ഇത് എനിക്കിപ്പോ അള്ളാഹുമായിട്ട് ഇബാദത്ത് എടുക്കേണ്ട സമയമാണ്, ഇങ്ങനെ വേറൊരു സമയം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയൂല. വേറൊരു സമയത്തിന് അവർ കാണുകയില്ല. രാവിലെ അവരാണെങ്കിലും ഒരു വൈകുന്നേരത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കൂല. വൈകുന്നേരം എനിക്ക് തോന ചെല്ലാലോ എന്നൊരു ചിന്തിക്കൂല. വൈകുന്നേരം ആണെങ്കിൽ ആഞ്ഞ് നേരം ഒടുക്കട്ടെ എന്നൊരു ചിന്തിക്കൂല. അപ്പോൾ ഏതൊരു സ്റ്റേജിലാണോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് പോലെ എന്ത് ചെയ്യും, അള്ളാഹുവിനെ ചിന്തിക്കും. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ ഖബർ പിന്നെ ഈജിപ്തിലാണ്, അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ലുക്മാനുൽ ഹക്കീം തങ്ങളുടെ ഖബർ. അവിടെ തന്നെയാണ് ദാനിയാൽ നബി എന്ന് പറയുന്ന അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഖബറും അവിടെ തന്നെയാണ്. ലുക്മാനുൽ ഹക്കീം ആരായിരുന്നു അല്ലെ? ഒരാളുടെ ജോലിക്കാരനായിരുന്നില്ലേ? ഒരാളുടെ ജോലിക്കാരനായിരുന്നു ലുക്മാനുൽ ഹക്കീം. പക്ഷെ എന്നിട്ട് പോലും ആ ജോലിയിലൊന്നും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയിട്ടില്ല. അള്ളാഹു താല സുലൈമാൻ നബിയോട് നാളെ ചോദിക്കുന്നതാണല്ലോ, സുലൈമാൻ നബിയെ നിങ്ങൾക്ക് ലോകത്തിന്റെ രാജാധികാരം നൽകി, ഒരൊറ്റ സെക്കൻഡ് പോലും നിങ്ങൾ എന്നെ കുറിച്ചില്ല അല്ലാത്തൊരു ചിന്തങ്ങൾക്ക് വന്ന് ഗുണം നോക്കും. സുലൈമാൻ നബി പറയും, ഇല്ല അള്ളാഹുവേ. അയ്യൂബ് നബി വല്ലാതെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് രോഗിയായ ആളാണ്. അയ്യൂബിന് ഇവിടെ അള്ളാഹു താല ചോദിക്കുന്നു, അയ്യൂബ് നബിയെ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ തന്നു, അതുപോലെ കഷ്ടപ്പാടുകൾ തന്നു, അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ മറന്നിട്ടുണ്ടോ? ഇല്ല അള്ളാഹുവേ. സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എന്ത് വനബുലൂക്കും ബിശ്ശദ്ദി വൽ ഖൈരി ഫിത്ന. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹു താല എന്ത് ചെയ്യും, പരീക്ഷിക്കും. ഖൈറായ സമയം ഒരു മനുഷ്യനുണ്ടാവും, ഷർറായ ഒരു സമയം ഉണ്ടാവും. അതേമാതിരി തന്നെ ഖൈറായ ചിന്തകളും ഉണ്ടാവും, ഷർറായ ചിന്ത. ഏത് ചിന്തയിലും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് യഥാർത്ഥ സാലിക്ക്. ആ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, അള്ളാഹു താല നമ്മൾ എത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മൾ എന്തേ പറഞ്ഞത്, ലാ തതറഖബ്, നീ പ്രതീക്ഷിക്കാൻ പാടില്ല. ഫുറൂഗൽ അഗ്യാരി, അന്യ ചിന്തകൾ നിന്നു പോണം. അന്യ ചിന്തകളൊക്കെ നിന്നിട്ട് ഇനി നന്നാകാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നന്നാകൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. കാരണം ഫഇന്ന ദാലിക, നിശ്ചയമായിട്ടും ആ ചിന്ത യഖ്തഉക, നിന്നെ വിച്ഛേദിച്ചു കളയും, നിന്നെ മുറിച്ചു കളയും, അൻ വുജൂദിൽ മുറാഖബത്തി ലഹു, അള്ളാഹു തആലാക്കുള്ള മുറാഖബ ഉണ്ടല്ലോ, അള്ളാഹുമായുള്ള നിരീക്ഷണം, അത് ചെയ്യൽ ഉണ്ടാവലിനെ തൊട്ട് എന്ത് ചെയ്യും, അതിനെ മുറിച്ചു കളയും. ഫീമ, ഒരവസ്ഥയിൽ, ഹുവ അവൻ മുഖീമുക ഫീഹി, നിന്നെ അവസ്ഥയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തആല നിന്നെ നിർത്തിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ നിരീക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സാലിക്ക് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് മുന്നിടുമ്പോൾ അള്ളാഹുവാണ് അവനെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു മുറബിയായ ഷെയ്ഖിന്റെ നിബന്ധനകളൊക്കെ പറയുന്ന കിതാബുകളിൽ കാണാൻ കഴിയും, നമ്മള് ഒരു മുരീദ് ഷെയ്ഖിനെ തെരയല്ല ചെയ്യുക, ഷെയ്ഖാണ് ആരെ തെരയാ, മുരീദിനെ തെര. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്, അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് ഷംസുദ്ദീൻ തബരീസി റളിയല്ലാഹു അൻഹു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ വിഷയം പ്രസംഗിച്ചു. ഈ ഷംസുദ്ദീൻ തബരീസിക്ക് അള്ളാഹു തആല ഒരുപാട് അദൃശ്യമായ ജ്ഞാനങ്ങൾ ഹൃദയത്തിൽ കൊടുത്ത ആളാണ്. പക്ഷെ മൂപ്പർ ഇങ്ങനെ തെരഞ്ഞു നോക്കി, ഇന്റെ ഈ അത്ഭുതകരമായ ഈ വിജ്ഞാനം ഉണ്ടല്ലോ,
ഇത് കൊടുക്കാൻ പറ്റുന്നൊരു കൽബ് വേണ്ടേ? നല്ല കൽബുകൾ വേണല്ലോ ഇത് സ്വീകരിക്കാനും ഇത് ആവാഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നൊരു ഹൃദയം വേണ്ടേ? അദ്ദേഹം ഒരുപാട് തെരഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറയപ്പെട്ടു, കുനിയ എന്ന് പറയുന്ന തുർക്കിയിലെ കുനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. അദ്ദേഹത്തെ നിങ്ങളൊന്ന് പോയി കണ്ടുനോക്കുന്നു. അങ്ങനെയാണ് ശംസുദ്ദീൻ തബരീസി റളിയല്ലാഹു അൻഹു ജലാലുദ്ദീൻ റൂമിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ മനസ്സിലായി എന്റെ എല്ലാ വിജ്ഞാനങ്ങളും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയമാണ് ആർക്കുള്ളത്? ജലാലുദ്ദീൻ റൂമിക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മൗലവിയ തുരീഖത്ത് ആർക്ക് കൊടുക്കുന്നത്? ശംസുദ്ദീൻ തബരീസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുരീദാകുന്ന ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹുക്ക് കൊടുക്കുന്നത്. അപ്പോ ഷെയ്ഖാണ് സത്യത്തിൽ മുരീദിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ ആശയം എവിടുന്ന് വന്നതെന്നറിയോ? അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു യജ്തബി ഇലൈഹി, അള്ളാഹു തആലയാണ് യജ്തബി ഇലൈഹി, അവരിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ആരാ? അള്ളയാണ്. മയ്യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അള്ളാഹു അവനിലേക്ക് തെരഞ്ഞെടുക്കും. വയഹ്ദി ഇലൈഹി യുനീബ്, അള്ളാഹു തആലക്ക് കീഴ്പ്പെടുന്ന ആളുകൾ അള്ളാഹു തആല ഹിദായത്തിലാക്കും ചെയ്യും. അള്ളാഹു തആല ഉദ്ദേശിച്ച ആളുകൾ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഒരു മിനിറ്റിലൊരു വിജ്ഞാനം കേൾക്കാൻ അള്ളാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അള്ളാഹു തആല നമ്മോട് ചെയ്യുന്ന ഒരു കരുണയാണ്. ഇപ്പൊ തഅലീമുൽ മുതഅല്ലിമിലൊക്കെ പറയുന്നുണ്ട്, ചെറിയ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കെടുക്കുന്ന കിതാബുണ്ടല്ലോ, ഒരു മുതഅല്ലിമായിട്ട് ഒരു മനുഷ്യനെ അള്ളാഹു തആല തെരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയോട് അള്ളാഹു തആലക്ക് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് തോന്നെ നിസ്കരിക്കാൻ തോന്നാണ്, തോന്നെ ദിക്റ് എല്ലാം തോന്നാണ്, തോന്നെ സ്വാലിഹായ അമലുകൾ ഇങ്ങനെ ചെയ്യാൻ തോന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണത് അള്ളാഹിന്റെ സ്നേഹം എനിക്ക് വല്ലാതെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇങ്ങോട്ട് തന്നീനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കണം. അല്ലേ? നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താ? നിങ്ങൾ ഇന്നെ ഓർക്കുന്നുണ്ടോ എന്നാ ഞാൻ നിങ്ങളെ ഓർക്കും. നമ്മൾ ചിലപ്പോ ഇങ്ങനെ ദ്വാരക്കും, അള്ളാഹിനോട് പറച്ച റബ്ബേ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കും. പക്ഷെ നമ്മളെ ചിന്തയിലൊന്നും ഒന്നല്ല. നമ്മൾ അള്ളാഹിനെ എത്ര ഓർക്കുന്നുണ്ടോ ആ തിരിച്ചു ഓർക്ക. ഇപ്പൊ അള്ളാഹു തആല മലായികത്തിനോട് പറയും, ഇന്നാലിന്ന സ്ഥലത്തുള്ള ഇന്നാലിന്ന അഹമ്മദ് എന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് മലായികത്തിനോട് അള്ളാഹു തആല പറയുമെന്നാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. ഇപ്പൊ കോടാനക്കോടി ജീവജാലങ്ങൾ ലോകത്തുണ്ട്. അതിൽ പ്രത്യേകമായി നിങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് അള്ളാഹ് ഓർക്കുക. എത്ര അന്തസ് ഉണ്ടാവും നമുക്ക്. വല ദിക്റുല്ലാഹി അക്ബർ എന്നാണ്. വല ദിക്റുല്ലാഹി അക്ബർ. അതിന് മറ്റൊരു മാന കൂടി മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹ് നമ്മളെ കുറിച്ച് മാത്രം ഓർക്കുന്ന ഒരവസ്ഥ അതാണ് അക്ബർ, ഏറ്റവും വലുത് എന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട്? മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരക്കുകളിൽ നിന്ന് മാറി നിന്നിട്ട് എന്റെ ചിന്തകളൊക്കെ പോട്ടെ. എന്റെ 2-3 കുട്ടികളുടെയും കല്യാണം കഴിയാണ്ട്, അതുകൂടി കഴിഞ്ഞാൽ എന്റെ ചിന്തകളൊക്കെ പോകും എന്ന് ആരും വിചാരിക്കരുത്. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സെക്കൻഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സെക്കൻഡ്. മുഹിബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ടും നോക്കൂല പിന്നോട്ടും നോക്കൂല. ഏതൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനക്കാണ് മുഹിബ് എന്ന് പറയാം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.